എത്യോപ്യയിലേക്ക് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോയി എത്തിയത് നസ്രാനിയായ നജ്ജാസിയുടെ മുമ്പിലാണ്. നജ്ജാസി രാജാവിന്റെ കീഴിൽ എത്യോപ്യയിലേക്ക് മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടെന്ന വിവരം അറിഞ്ഞപ്പോൾ മക്കയിൽ നിന്ന് അബൂജഹലും അബൂ സുഫിയാനും അടക്കമുള്ള ആളുകൾ ചാരന്മാരെ വിട്ടു. ഇതാ പുത്തൻവാദികളും സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്നവരുമായ ആളുകൾ എത്യോപ്യയിലേക്ക് വന്നിട്ടുണ്ട്. ജഅഫർ ബിൻ അബി ത്വാലിബിനെ നജ്ജാസി വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ആരാണ് നിങ്ങൾ? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ശവന്തീനികളായിരുന്നു. ചത്തതിനെ ശവത്തെ ഞങ്ങൾ തിന്നിരുന്നു. ഞങ്ങളിൽ ദുർബലരെ സമ്പന്നർ ചൂഷണം ചെയ്തിരുന്നു. പെൺകുട്ടികളെ ഞങ്ങൾ കുഴിച്ചു മൂടിയിരുന്നു. ഞങ്ങൾ ഷരിബൽ ഖംർ കള്ളു കുടിച്ചിട്ടുണ്ട്. ഞങ്ങൾ പലിശയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യാത്ത തോന്നിയവാസങ്ങളൊന്നുമില്ല. പക്ഷേ ഞങ്ങളിലേക്ക് ഒരു പ്രവാചകൻ വന്നു. ആ പ്രവാചകൻ എന്ത് ചെയ്തു? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും 5 നേരം നമസ്കരിക്കണമെന്നും പാവപ്പെട്ടവരെ സഹായിക്കണമെന്നും ഞങ്ങളെ കൽപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ യുദ്ധത്തിലും പെണ്ണിലും മദ്യത്തിലും സാമ്പത്തിക അരാജകത്വത്തിലും തമ്മിൽ കൊലയിലും ജീവിച്ച ഞങ്ങളെ പ്രകാശത്തിലേക്ക് ആ ഖുർആൻ കൊണ്ടുവന്നു. ഇന്ന് ഞങ്ങൾ ഏറ്റവും നല്ല സമുദായത്തിന്റെ ഉടമസ്ഥരാണ്. നജാസി കൗതുകത്തോടു കൂടി ചോദിച്ചു, ഈസാ നബിയെ കുറിച്ച് എന്തെങ്കിലും ഖുർആനിലുണ്ടോ? ഈസാ നബിയെ കുറിച്ച് എന്തെങ്കിലും ഖുർആനിലുണ്ടോ? സൂറത്തുൽ മറിയമിന്റെ 1 മുതലുള്ള ആയത്തുകൾ ഇങ്ങനെ ഓതി കേൾപ്പിക്കുമ്പോ നജ്ജാസിയുടെ കൊട്ടാരത്തിലുള്ള പുരോഹിതന്മാരും കരഞ്ഞുപോയി എന്നാണ്. അങ്ങനെ സൂറത്തു മറിയമിന്റെ ഓരോ ആയത്ത് ഇങ്ങനെ ഓതി കേൾപ്പിച്ചപ്പോ നജ്ജാസിയുടെ രാജകൊട്ടാരത്തിലെ ആളുകളും കരഞ്ഞുപോയി. എന്നിട്ട് പറഞ്ഞു, ജഅഫർ ബിൻ അബി ത്വാലിബ്, നിങ്ങൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾ അഭയാർത്ഥികളായി വന്നത് ശരിയാണ്. പക്ഷേ ഇനി നിങ്ങൾ അഭയാർത്ഥികളല്ല, ഞങ്ങളുടെ സഹോദരങ്ങളാണ്. മക്കയിൽ നിന്ന് ആര് വന്നാലും ഞങ്ങൾ തിരിച്ചു തരില്ല, അങ്ങോട്ട് കൊടുക്കില്ല. ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറയുന്ന സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും.